പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ ഇരുന്നിട്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്താൽ പുരുഷന്മാർ വലത്തെ ചെവി തറയിൽ മുട്ടിക്കും, സ്ത്രീകൾ ഇടത്തെ ചെവി തറയിൽ മുട്ടിക്കും. ആ ചെവി തറയിൽ മുട്ടിച്ചാൽ 5.5 കിലോമീറ്റർ അപ്പുറത്ത് ശംഖുമുഖം കടപ്പുറത്ത് തിരമാല അടിക്കുന്ന ശബ്ദം ഭക്തന്റെ ചെവി കിട്ടോടെ. ഇന്ന് പോലും സായിപ്പിന് ഭൂമിക്കടി കൂടെ 100 മീറ്റർ ശബ്ദം കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റിയല്ല. അപ്പം ആണ്ടിൽ 2 ദിവസമാണ് പത്മനാഭസ്വാമിയെ എഴുന്നള്ളിച്ച് ശംഖുമുഖത്തുകൊണ്ട് കുളിപ്പിച്ചിട്ട് ആറാട്ട് ചെയ്തിട്ട് കുളിപ്പിച്ച് തിരിച്ചുകൊണ്ടുവരും. അന്നത്തെ ദിവസം തിരുവനന്തപുരം എയർപോർട്ടിൽ വിമാനം ഇറങ്ങിയല്ല. കാര്യം വിമാനം പോകുന്ന ടാർമാക്കിൽ കൂടാണ് പത്മനാഭസ്വാമി കുളിക്കാൻ പോകുന്നത്. ആ കടവിലെ ശബ്ദം ഭക്തന്റെ ചെവി കിട്ടും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 2000 യക്ഷികളെ കൊത്തിവെച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ യക്ഷിയിൽ വ്യത്യസ്തമാണ് രണ്ടാമത്തെ യക്ഷി, രണ്ടാമത്തെ യക്ഷിയിൽ വ്യത്യസ്തമാണ് മൂന്നാമത്തെ യക്ഷി. 2000 യക്ഷികൾ, 2000 ഡിഫറൻറ്റ് യക്ഷിയാണ്. ഒരു യക്ഷിക്ക് മൂക്കിന് നീളക്കൂടുതലായിരിക്കും, മറ്റേ യക്ഷിയുടെ ചെവി വലുതായിരിക്കും, അടുത്ത യക്ഷിയുടെ വലത്തെ കാലം വണ്ണക്കൂടുതലാണ്, അടുത്ത യക്ഷിയുടെ ഇടത്തെ കൈ വണ്ണക്കൂടുതലാണ്. ഇന്ന് പോലും കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ 2000 പെർമുട്ടേഷൻ കോമ്പിനേഷൻ വർക്ക് ചെയ്യാൻ പറ്റുമോ? പ്രയാസമാണ്. കഴിവുള്ള ചില കുട്ടികൾക്ക് പറ്റും. പക്ഷെ അന്ന് ആ ക്ഷേത്രം ഡിസൈൻ ചെയ്യുമ്പോൾ യക്ഷിക്ക് പോലും 2000 ഡിഫറൻസ് ഉണ്ടാക്കി അതനുസരിച്ചാണ് കൊത്തിയിരിക്കുന്നത്. ഞാൻ 5 ഉദാഹരണം പറഞ്ഞാണ്. മഹത്തായ ഒരു ക്ഷേത്രത്തിൻ്റെ അത്ഭുതങ്ങൾ. ആ ഒറ്റക്കൽ മണ്ഡപം എന്തൊരു അത്ഭുതമാണ്. 12,008 ശിലകൾ ചേർത്തിട്ടാണ് പത്മനാഭസ്വാമി അനന്തനിൽ ശയിക്കുന്ന ആ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. ശാളഗ്രാമങ്ങൾ എന്ന് പറഞ്ഞ കല്ലുകളാണ്. കേരളത്തിൽ ശാളഗ്രാമം ഉണ്ടോ? ഇല്ല. 3000 കിലോമീറ്റർ അപ്പുറത്ത് നേപ്പാളിൻ്റെ ബോർഡറിൽ നിന്ന് ശാളഗ്രാമങ്ങൾ 3000 കിലോമീറ്റർ യാത്ര തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് അത് ശർക്കരയും ഇതും കൊണ്ട് കൂട്ടിച്ചേർത്ത് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്.